ഷാജി. ഷാജി എന്താണ് ആരാപ്പ? ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഇതെന്താണ് ഈ സ്ഥലത്തിന് ചുക്ക് എന്ന പേര് വന്നത്? അപ്പൊ നിനക്ക് ഇത് ഇപ്പോഴും അറിയില്ലേ? ഇല്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു ചുക്കുമില്ല. ഇനിയിപ്പോ ഇവിടെ ഒരു വിമാനത്താവളം വരാൻ പോണെന്ന് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു ചുക്കുമില്ല. അതെന്താണ് അങ്ങനെ? അത് വരില്ലെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കെന്ത് സംഭവിച്ചാലും ഒരു ചുക്കുമില്ല. ചുക്ക് കാപ്പി. ആ കൊള്ളാം. അതെ, ഇന്നത്തെ പേപ്പറൊന്നും വന്നില്ലേ? അതും പോയി. ഒരു ചുക്ക് കാപ്പിടി പോരട്ടെ. കണ്ടല്ല, ചുക്ക് കാപ്പി മറിഞ്ഞു പോയിട്ടും അവൻ ഒരു ചുക്കുമില്ല. വെറുതെ അല്ല അപ്പൊ ചുക്കിന്റെ പേര് വന്നത്. ആ അതേ വന്നടാ, ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റ്. ഇയാൾ എന്ത് ചെയ്താലും നാട്ടുകാർക്ക് ഒരു ചുക്കുമില്ല, നാട്ടുകാരെന്ത് ചെയ്താൽ ഇയാൾക്കൊരു ചുക്കുമില്ല. വെറും പുല്ല് വിലയാണ്. പുല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ നോക്കിയേ. ആഹാ, നീയായിരുന്നു എന്റെ പൊന്നു വല്ലഭ. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുല്ലും കെട്ടുമായിട്ട് ഇവിടെ വന്ന് ബ്ലോക്ക് ഉണ്ടാക്കരുത്. നിങ്ങൾക്കെന്നാ? എടാ, എറണാകുളം സിറ്റിയിൽ ഇല്ലാത്ത ബ്ലോക്ക് ആണല്ലോടാ നീ നിന്റെ ഈ പുല്ലും കെട്ടും ഇവിടെ ഉണ്ടാക്കുന്നത്. വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഒരു കൊച്ചു ബ്ലോക്കല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. നിന്റെ ഈ ബ്ലോക്ക് കാരണം ഈ പഞ്ചായത്തിലെ വികസനം തന്നെ ബ്ലോക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഇയാൾ കുറെ വികസനം ഉണ്ടാക്കും. അതെ പ്രസിഡന്റ്, പെട്ടെന്ന് ഈ ബ്ലോക്ക് ഒന്ന് മാറ്റണം. എനിക്കൊരാളെ കൊണ്ട് ആശുപത്രി പോകണല്ലോ. അയാൾക്കെന്നാ പറ്റി? അയാളുടെ ഹൃദയത്തിന് 3 ബ്ലോക്കാ. ഇത് എവിടെ ചെന്നാലും ഈ ബ്ലോക്ക് ആണല്ലോ. വെറുതെ എടാ ഈ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആയത്. എടോ എന്താണ് മാറ്ററോ? എല്ലാരും ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഈ ബ്ലോക്ക് ഒന്ന് മാറ്റാം. പുറകോട്ട് പോടോ അതെടുത്തോണ്ട്. എന്റെ വല്ലഭ, നിന്റെ ഈ പുല്ല് കൊണ്ട് എങ്ങോട്ടേലും ഒന്ന് കണ്ണും കാണാൻ പാടില്ല. വാ ഇങ്ങോട്ട് വാ. പോട്ടെ 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 വണ്ടി പോട്ടെ പോട്ടെ. ആ കാറിഞ്ഞോട്ടെ ഓടാ ഇങ്ങോട്ട്. പോങ്ങോട്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ എന്റെ ഒരു അവസ്ഥയെ. എന്താടാ പറഞ്ഞ പോലെ ഓണം എത്തിയല്ല? പിന്നെ എത്തിയില്ലേ? ഇനിയിപ്പോ ഇവിടെ എന്താ നടക്കാൻ പോണത്? വള്ളംകളി, ഓണക്കളി, പുലികളി, അപ്പൊ പഞ്ചഗുസ്തിയാ? പഞ്ചഗുസ്തി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പ്രിയ ചുക്ക് നിവാസികളെ, ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി യമണനും ചുവണനും തമ്മിൽ രാവിലെ മുതൽ നടക്കുന്ന പഞ്ചഗുസ്തി മത്സരം ആരും വിട്ടുകൊടുക്കാതെ തുടർച്ചയായ 8ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മത്സരം തീർന്നാലുടൻ തന്നെ സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങിയ പഞ്ചയാ. വൈകുന്നേരം 5 മണിയായിട്ടും പഞ്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. വിടരുത്. കഴിഞ്ഞ തവണ ജയിച്ചത് സുഖണ്ട. എന്തായാലും രമൺ ഇത്തവണ വിട്ടു കൊടുക്കത്തില്ല, ഉറപ്പല്ല. വല്ല പെട്രോൾ ബോക്സ് ചൂട്ട് തന്നെ കിട്ടു. ഇതിപ്പോ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഉദ്ഘാടനം ചെയ്യാൻ തൊട്ടാൽ കളിപ്പാട്ട സ്വാമി എത്തി. തൊട്ടാൽ കളിപ്പാനന്ദ സ്വാമി, തൊട്ടാൽ കളിപ്പാനന്ദ, തൊട്ടാൽ കളിപ്പാനന്ദ സ്വാമി, തൊട്ടാൽ കളിപ്പാനന്ദ. വെള്ളം ഇപ്പൊ വേണ്ട, വേണ്ടി വരും. ഹലോ, എന്താ ഇത്? ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി, പഞ്ചഗുസ്തി. ഓ, പഞ്ചഗുസ്തി. കാണിച്ചത്? എടോ, ഞാൻ സ്വാമിയാണോ? താൻ സ്വാമിയാണ്, ഞാൻ ശാന്തിയാണ്. എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? സ്വാമി എന്ത് പരിപാടിയാ കാണിച്ചേ? സ്വാമി എന്തിനാ അങ്ങനെ ഇക്കിളിടാൻ പോയത്? പുള്ളിയുടെ ഭാവി സ്വാമി തൊലച്ചു. എടോ, പഞ്ചഗുസ്തി മത്സരം ഇക്കിളിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാൻ അവൻ പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അയ്യോ, ഇവരാരും അല്ല. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ.
എവിടാ സ്വാമി? അത് വിജയല്ലയോ? അജയനാണോ അജയനാണോ? ആരാന്നേ? പൊക്കമുള്ളൊരുത്തനാന്നേ. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഇതവനല്ലേ? അതെ ഇവൻ തന്നെ, ആ നാഗം കടിച്ചോണ്ടിരിക്കുന്നവൻ. പാച്ചാണ് ഷാജി. പിടിയിടാ അവനെ. അവനാ എന്നോട് പറഞ്ഞത്. വിടല്ല അവനെ, പിടി. എടാ ഷാജി, അവനെ വിടരുത്. നിക്ക്. അയ്യോ ഓടി ഓടി കിടക്കുക. അയ്യോ എല്ലാരും ഓടിച്ചിട്ട് പോയിരിക്കുന്നു. ശകലം തല എനിക്കൂടെ താഴെ. അതെ ഇങ്ങനെ ഇരുന്നാ മതിയാ, നമുക്ക് ഓടണ്ടേ? എന്നാ വാ. എല്ലാരും എന്ന് പറയാമോ? ഓടി വാ. തിരിച്ചു പോ, തിരിച്ചു പോ, തിരിച്ചു പോ. പ്രസിഡന്റാണ് പറയുന്നത്. ഷാജി, നീ ഓടരുത്. അങ്ങോട്ട് പോയി. ഇറങ്ങി വാടാ എന്റെ പഞ്ചകുസ്തികളൊക്കെ. ഷാജി നിന്നെ ഞാൻ ഇഞ്ചപ്പരുവാക്കൂടാ. ഇറങ്ങി വാടാ. നിന്റെ മുട്ടുകാലം നീ ഞാൻ തല്ലി ഓടിക്കോളാം. ആ സാമാനം വാങ്ങി എടുത്തിട്ടൊന്ന് പറയണോ? നിന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കൂടാ. ശാന്തയാകും. ശാന്തയാകും അല്ല ശാന്തരാകും. ആദിത്യ അടി ഞാൻ അടിക്കും. നല്ലൊരു സ്വാമിയായിരുന്നു എന്നെ ഈ കോലത്തിലാക്കിയത് അവനാ. ആദിത്യ അടി ഞാൻ അടിക്കും. നിന്ന് വാതി പഠിക്കാതെ പോയി തല്ലണോ? എന്നാ നിന്റെ വടി? ഇവൻ എപ്പോഴാ ഇവരോട് കൂടിയത്? സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. കൊട്ടേഷൻ കിങ് ബെഞ്ചമിൻ ബ്രൂണോ സ്പീക്കിംഗ്. ബെഞ്ചമിൻ വീണെന്നോ? ബെഞ്ചമിൻ വീണെന്നല്ല, ബെഞ്ചമിൻ ബ്രൂണോ. ഇക്രോ നിന്റെ അപ്പൻ. അതിന്റെ ജലേ ചിറ്റിയിട്ട പേരാണ്. ആ പേര് വിളിക്കുന്നവന്റെ വായിൽ വെടിമരുന്നിട്ട് തിരിയിട്ട് കത്തിച്ച് പൊട്ടിക്കും ഞാൻ. അറിയാലോ, കോടികളിട്ട് കളിക്കുന്നവരാണ് ഞങ്ങൾ. പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് ഹലോ ഹലോ. ഇതിനകത്ത് കാശ് തീർന്നല്ലടാ പോയി. ജിമ്മി ഒന്ന് ചാർജ് ചെയ്തേ. ഞാനിപ്പോ ഇതങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ആറ് പേർക്കും കൂടെ കാല് പിടിച്ച് മേടിച്ചൊരു ബിയറാണത്. ഒന്നാം തീയതി നശിപ്പിച്ചിട്ടാണ് ദ്രോഹി. ഇതിന് ചോദിക്കരുത്, ഒരു തുള്ളി പോലും ഞാൻ തരില്ല. ആകെ പാടുള്ള ഒരു ബിയറാണത്. വേണമെങ്കിൽ ഷെയറിട്ട് നാളെ ഒരെണ്ണം മേടിക്കാം ഷാജി പ്ലീസ്. അതിന് നാളെ നിങ്ങൾ ഉണ്ടാവില്ല. നാളെ ഞങ്ങളറിയാം ഞങ്ങൾ അവിടെ പോവാൻ. നിങ്ങൾ എവിടെയും പോകുന്നുണ്ടാ? ഇവരും പോകുന്നില്ല. നിങ്ങൾ അവര് കൊല്ലും. ആ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ കയ്യും കാലും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് നാട് കടത്തുമെന്നും പറഞ്ഞു. എന്നാന്ന്? സത്യം സത്യം. നിങ്ങൾക്ക് സംശയം ഉണ്ടെ വന്ന് ചോദിച്ചു നോക്ക്. ആണാ? ആ ഒന്ന് വാടപ്പ് കൂടെ വാ. അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. നിങ്ങൾ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞോ? ആ പറഞ്ഞായിരുന്നു. ഓഹോ, കൊല്ലൂന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. അത് ഞാനാ പറഞ്ഞത്. ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കുമെന്ന് അത് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു. ആ സെന്ററിൽ നിൽക്കുന്ന വൈക്കോൽ തലയല്ലേ, അവനാണ് മെയിൻ. മട്ടാഞ്ചേരി ഇറക്കി തന്നാണ് തോന്നുന്നത്. ആദ്യം അവനിട്ട് തന്നെ കൊടുക്കാം. ആയിക്കോട്ടെ. ഒരു മിനിറ്റ് എപ്പോ വരാവേ. പരിചയപ്പെട്ടത് വളരെയധികം സന്തോഷം. അയ്യോ, കർത്താവ്, ഇവൻ ചെയ്യുന്നത് എന്താ? അവന്റെ ഗ്രിപ്പ് പോയി. ഇവനോട് പൊറുക്കണമേ. ഓം ശാന്തി ആയുഷ്മാൻ ഭവ. കിട്ടി തിരിച്ചു വന്നു. തലക്കകത്ത് കിട്ടിയിരുന്നെങ്കിൽ പൊരിച്ചില്ലായിരുന്നു. ഇപ്പോഴാ സമാധാനായത്. ഷാജി, സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഒന്നുമില്ല.
നമ്മുടെ പഞ്ചായത്തുകാർ കൂടിയേ ഒരു പഞ്ചകുസ്തി മത്സരം നടത്തി. നമ്മുടെ രണ്ടുപേരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് അത് ഈ പഞ്ചായത്തിന്റെ തന്നെ കുസ്തിയായിട്ട് മാറി. എന്തിന്? ഒരു സുഖം, ഒരു മനസുഖം.